നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ചെലവിൽ സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. PSC പ്രായപരിധി കൂട്ടിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. UDF ഭരണത്തിൽ വരണമെന്നത് ജനാഭിലാഷമാണെന്ന് ശശി തരൂർ MP. 10 വർഷം കൊണ്ട് ഇടതുഭരണത്തിൽ കേരള മോഡൽ കടബാധ്യതയെന്നും MP. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കൽ സർക്കാർ വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വിമാനത്താവളത്തിന് വേണ്ട ഭൂമിയുടെ ആവശ്യം സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ലെന്ന് സർക്കാർ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി വികസന കുതിപ്പിൽ. MCHന്റെ പ്രവർത്തന ഉദ്ഘാടനം വെള്ളിയാഴ്ച. TMT മെഷീനും സമർപ്പിക്കും. വാർത്തകൾ വിശദമായി. പിൻവാതിൽ നിയമനങ്ങളിൽ റെക്കോർഡിട്ട സർക്കാരാണ് ഇടത് സർക്കാരെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജനങ്ങളുടെ ചെലവിൽ സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനവുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആദ്യത്തേത് ശമ്പള പരിഷ്കരണ കമ്മീഷനാണ്. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന സ്ഥിതിയാണുള്ളതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 2023 നൽകിയ JB കോശി കമ്മീഷനാണ് 3 വർഷക്കാലം പൂഴ്ത്തിവെച്ചിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. പിൻവാതിൽ നിയമനങ്ങളിൽ റെക്കോർഡിട്ട സർക്കാരാണിത്. ഇപ്പോൾ PSCക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടിയതിലൂടെ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രായപരിധി ഉയർത്തിയിരിക്കുന്നു. പോകുന്ന പോക്കിലാണ് പ്രായപരിധി ഉയർത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ മുട്ടിലഴഞ്ഞു, ടാറിട്ട റോഡിൽ കിടന്നു ഉരുണ്ടു, ഒരുപാട് സമരങ്ങൾ നടത്തി. അവിടെ പലതരത്തിൽ PSC അപ്പോയിന്റ്മെന്റുകളൊന്നും പ്രോപ്പറായിട്ട് ഗവൺമെന്റ് നടത്തിയില്ല എന്ന് മാത്രമല്ല, പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയ ഏറ്റവും റെക്കോർഡിട്ട സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള നിരവധി വകുപ്പുകൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ പിൻവാതിലൂടെ നിയമിച്ച് സംവരണം പോലും അട്ടിമറിച്ചു. അപ്പോൾ ഗവൺമെന്റ് പോകുന്ന പോക്കിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും. ഇവരുടെ പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. പിൻവാതിൽ നിയമനം സർക്കാർ സ്ഥിരപ്പെടുത്തിയാൽ പുതുതായി എത്തുന്ന സർക്കാർ അതെല്ലാം റദ്ദു ചെയ്യും. ജനങ്ങളുടെ ചെലവിൽ സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. രമേശ് ചെന്നിത്തല സഭാ ആസ്ഥാനത്ത് എത്തിയതിൽ എന്താണ് തെറ്റെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. സമുദായ ആസ്ഥാനങ്ങളിൽ പോകുന്നതിൽ എന്താണ് തെറ്റെന്നും വർഗീയതയാണ് എതിർക്കുന്നതെന്നും കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ വി.ഡി. സതീശൻ പറഞ്ഞു. അതുകൊണ്ട് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് എല്ലാവരും പിന്തുണ കൊടുക്കണമെന്ന് പറയുന്നത് തെറ്റെന്താ? അല്ലല്ല നിക്കി, ആരോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്തുണ വേണമെന്ന് എല്ലാ വിഭാഗം ആളുകളോടും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വർഗീയത പറയരുതെന്നാണ് പറഞ്ഞത്. വർഗീയത പറഞ്ഞാൽ എതിർക്കുന്ന പറഞ്ഞത്. വർഗീയത പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന പറഞ്ഞത്. വർഗീയത. നേതാക്കളായ KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണത്തിൽ ജനങ്ങൾ മടുത്തെന്നും UDF ഭരണത്തിൽ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കോട്ടയത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP പറഞ്ഞു. UDF ഭരണത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി ശശി തരൂർ MP. പുതുയുഗ യാത്രയിൽ ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയ സന്ദേശമാണെന്നും തരൂർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കോട്ടയത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശശി തരൂർ. 10 വർഷത്തെ LDF ഭരണം ജനം മടുത്തു കഴിഞ്ഞു. ഇവരെ പുറത്താക്കാൻ ജനം തീവ്രമായി ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ LDF ഭരണത്തിൽ കേരളത്തിന് ഉണ്ടായത് കടങ്ങൾ മാത്രം. കേരള മോഡൽ കടബാധ്യതയാണെന്ന അവസ്ഥ വന്നു. വ്യവസായികൾ ആത്മഹത്യ ചെയ്ത ഏക സംസ്ഥാനം കേരള. UDF ഭരണത്തിൽ വരുമ്പോൾ വ്യവസായികളെ സഹായിക്കാൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുമെന്നും ശശി തരൂർ MP പറഞ്ഞു. വ്യവസായികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. പല സംസ്ഥാനങ്ങളിൽ കർഷകരുടെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രമേ വ്യവസായികളുടെ ആത്മഹത്യ അനുഭവിച്ചിട്ടുള്ളൂ. കാരണം ഇതൊക്കെയാണ് അവരതിന് പണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലര് ഗൾഫിലൊക്കെ കുറെ വർഷങ്ങൾ പ്രവർത്തിച്ച അവരുടെ ജീവിത സേവിങ്സിനെ കൊണ്ടുവന്ന് കേരളത്തിൽ ഇറക്കിയ ശേഷം നഷ്ടപ്പെട്ട കാലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം മാറ്റാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ UDFന് ചെയ്യേണ്ടി വരും. ഒരു പ്രപ്പോസൽ ഞങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മുടെ മാനിഫെസ്റ്റോ കമ്മിറ്റി അധ്യക്ഷനായ ബെന്നി ബെഹനാനും നമ്മുടെ പ്രതിപക്ഷ നേതാവും ഞങ്ങൾക്ക് സംസാരിച്ചൊരു കാര്യമാണ്. നമുക്ക് ഈ സംസ്ഥാനത്തിൽ ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരണം.
വർഗീയ ശക്തികൾക്ക് മുൻപിൽ ശക്തമായ നിലപാട് UDF എടുക്കുമെന്നും വോട്ടിനു വേണ്ടി നിലപാട് മാറ്റില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നും സതീശൻ പറഞ്ഞു. കടക്കണി, സ്വർണ്ണക്കൊള്ള, ആരോഗ്യരംഗത്തെ അപാകതകൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു VD സതീശന്റെ പ്രസംഗം. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണം കൊള്ളയടിച്ച 3 ഉന്നതരായ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. സ്വർണ്ണം മാത്രമല്ല, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുന്നിലുള്ള അതിമനോഹരമായ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം CPM നേതാക്കൾ കൊണ്ടുപോയി കോടീശ്വരന് വിറ്റു. കോടികൾ അയാളെ പറ്റിച്ചു. അയാളോട് കള്ളമകനാന്ന് പറഞ്ഞില്ല. കോടതി പറയാണ് 2019 മുതൽ ഈ കളവ് തുടങ്ങിയതാണ്. തത്വപ്പടിയും വാതിലൊക്കെ അടിച്ചു മാറ്റി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമ്മേളനത്തിൽ അധ്യക്ഷനായി. MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ഫ്രാൻസിസ് ജോർജ്, ആന്റോ ആന്റണി, KC ജോസഫ്, ബെന്നി ബെഹനാൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും UDF ഘടകകക്ഷി നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ പര്യടനം ഉച്ചയോടെ പൂർത്തിയാക്കി പുതിയോഗയാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് വേണ്ട ഭൂമിയുടെ ആവശ്യം സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ലെന്ന് അപ്പീലിൽ പറയുന്നു. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വിമാനത്താവളത്തിനായി 2263 ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനായാണ് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നത്. ഡിവിഷൻ ബെഞ്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചു. തൽസ്ഥിതി തുടരുമെന്നും കോടതി വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നുണ്ടെന്ന് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥരായ അയന ചാരിറ്റബിൾ ട്രസ്റ്റും അറിയിച്ചിട്ടുണ്ട്. വിഷയം മാർച്ച് 4-ന് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. ഒരു പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അളവ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടതെന്ന നിർണായക വ്യവസ്ഥ ഒഴിവാക്കിയതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു സിംഗിൾ ബെഞ്ച് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദു ചെയ്തത്. സാധാരണ വിമാനത്താവളത്തിന് ആവശ്യമായതിന്റെ ഇരട്ടി സ്ഥലം എന്തുകൊണ്ട് വേണമെന്നതിന് ഉത്തരം നൽകിയിട്ടില്ലെന്നും സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ വലിയ വിമാനങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാവുന്ന ആധുനിക രാജ്യാന്തര ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് നിർമ്മിക്കുന്നതെന്നും ഇക്കാര്യങ്ങൾ പരിഗണിക്കുന്നതിൽ സിംഗിൾ ബെഞ്ചിന് തെറ്റുപറ്റിയെന്നും സർക്കാർ അപ്പീലിൽ അറിയിച്ചു. ആധുനിക ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾക്ക് 2000 ഏക്കറിലധികം സ്ഥലം വേണം. 3500 മീറ്റർ റൺവേ ഉൾപ്പെടെയാണ് പദ്ധതിയിൽ ഉള്ളത്. സുരക്ഷാ മേഖലകൾ, ടാക്സി വേകൾ, ലൈറ്റിംഗ് സംവിധാനം, പാസഞ്ചർ കാർഗോ ടെർമിനലുകൾ, എയർ ട്രാഫിക് കൺട്രോൾ ടവർ, ഫയർ സ്റ്റേഷൻ തുടങ്ങിയവ ഉൾപ്പെടെ വിമാനത്താവളത്തിന് വൻതോതിൽ വേണ്ട ഭൂമിയെക്കുറിച്ചും സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ലെന്നും അപ്പീലിൽ പറയുന്നു. റൺവേയ്ക്കും സുരക്ഷാ മേഖലയ്ക്കും ഉൾപ്പെടെ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ സ്ഥലത്തേക്കാൾ ഏറെ സ്ഥലം വേണമെന്നും അപ്പീലിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ MCHന്റെ നിർമ്മാണോദ്ഘാടനവും TMT മെഷീന്റെ പ്രവർത്തനോദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ കിഴക്കൻ മേഖലയിലെ സാധാരണക്കാരുടെ ആശ്രയമാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. ആശുപത്രിയുടെ വികസനത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി. ജനറൽ ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി സർക്കാർ 6,16,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. MCHന്റെ നിർമ്മാണ ഉദ്ഘാടനവും കാത്ത് ലാബിലെ TMT മെഷീനിന്റെ പ്രവർത്തന ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കാതെ സൗജന്യ നിരക്കിൽ ഹൃദയപരിശോധന നടത്താൻ TMT മെഷീൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ സാധിക്കും. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ആശുപത്രി അങ്കണത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ആരോഗ്യ, വനിതാ, ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് വാടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 27-ാം തീയതി 11 മണിക്ക് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പുതിയ MCH ബ്ലോക്ക്, അമ്മയും കുഞ്ഞും ബ്ലോക്കിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും TMT മെഷീൻ്റെ പ്രവർത്തന ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട ആരോഗ്യ, വനിതാ, ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഓൺലൈനായിട്ട് നിർവഹിക്കുകയാണ്. നമുക്ക് ഈ പദ്ധതിയിലേക്ക്, MCHന്റെ നിർമ്മാണത്തിലേക്ക് 6.16 കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷൻ ആണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനായിട്ട് ഇപ്പോൾ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചു. അപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തന നിർമ്മാണം ഒക്കെ ആരംഭിക്കും. അതുപോലെ TMT മെഷീൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തോടുകൂടി ഇവിടെ ധാരാളം ആൾക്കാർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്കാണ്
സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ അവർക്ക് കുറഞ്ഞ നിരക്കിൽ ഇവിടെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകും. ആന്റോ ആന്റണി MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പൊൻകുന്നത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലക്സ് ടോം, ബ്ലോക്ക് അംഗം VP റെജി, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ പാലാ പൊൻകുന്നം റോഡിൽ വഴിവിളക്കുകൾ ഭൂരിഭാഗവും കത്തുന്നില്ല. കേടായവ നന്നാക്കാനും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയൊന്നുമില്ല. വിജനമായ സ്ഥലങ്ങളിലൂടെ കാൽനട യാത്രക്കാർ ഭീതിയോടെയാണ് കടന്നുപോകുന്നത്. പാലാ പൊൻകുന്നം റോഡിലെ വഴിവിളക്കുകൾ തെളിയുന്നില്ല. അപകടങ്ങൾ പതിവായ റോഡിൽ വഴിവിളക്കുകൾ പ്രവർത്തിക്കാത്തത് യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നു. ഈ റൂട്ടിൽ നിരവധി വഴിവിളക്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. കേടായവ നന്നാക്കുവാനും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയായിട്ടില്ല. ഓരോ 40 മീറ്ററും ഓരോ സോളാർ ലൈറ്റ്സ് എന്ന രീതിയിൽ പൊൻകുന്നം മുതൽ തൊടുപുഴ വരെ 50 കിലോമീറ്ററോളം ദൂരത്തിൽ 100 കണക്കിന് ലൈറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും തെളിയാതിരിക്കുന്നതിനാൽ രാത്രിയാത്രക്കാർ വിജനമായ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഭീതിയോടെയാണ് കടന്നുപോകുന്നത്. അപകടത്തിൽ വാഹനം ഇടിച്ചു തകരുന്ന സോളാർ ലൈറ്റിന് 1,15,000 രൂപയാണ് KSTP നഷ്ടപരിഹാരം ഈടാക്കുന്നത്. നഷ്ടപരിഹാരം കിട്ടിയിട്ടും ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുവാൻ അധികാരികൾ ആരും തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അപകടത്തിൽപ്പെട്ട വാഹന ഉടമകളിൽ നിന്നും ഭീഷണിയുടെ സ്വരത്തിലാണ് ഉദ്യോഗസ്ഥർ പണം ഈടാക്കുന്നതെന്നും പണം നൽകിയാൽ മാത്രമേ അപകടത്തിൽപ്പെട്ട സ്ഥലത്തു നിന്നും വാഹനം എടുത്തുകൊണ്ടുപോകാൻ സമ്മതിക്കുകയുള്ളൂ എന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡിലെ സോളാർ ലൈറ്റിന്റെ ബാറ്ററിയും മറ്റു ഭാഗങ്ങളും മോഷണം പോകുന്നതും നിത്യസംഭവമാണ്. ഇത് പൂർണ്ണമായും തടയുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഇതുവരെ ഫലപ്രദമായി സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. പഞ്ചായത്ത് ഹാളിൽ വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് ചിറക്കടവ് ഡിവിഷൻ അംഗം ജയശ്രീ വിജയകുമാർ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദോഷമില്ലാത്ത രീതിയിൽ വികസനം നടത്തണമെന്നും കാർബൺ ന്യൂട്രൽ പഞ്ചായത്തുകളായി മാറണമെന്നും വികസന സെമിനാറിൽ അഭിപ്രായമുയർന്നു. കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ലെക്ചറർ ഹാൾ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുന്നു. വ്യാഴാഴ്ച രാവിലെ 11:30 RIT സോപാനം ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നമുക്ക് പുതുതായി പല കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സ്ഥലപരിമിതികൾ ഉണ്ടായിരുന്നു. അതിനായി നമ്മൾ പുതിയ ലെക്ചറർ കോംപ്ലക്സിലെ ഗവൺമെന്റിലേക്ക് നിർദ്ദേശം കൊടുക്കുകയും നിർദ്ദേശം സമർപ്പിക്കുകയും അത് അനുവദിച്ച് പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഫെബ്രുവരി 26-ാം തീയതി 11:30 AM ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഓൺലൈനായിട്ടാണ് നിർവഹിക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ MLA ചാണ്ടിയൂർ സാറാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാഞ്ഞിരപ്പള്ളി സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ വ്യാപാരികൾക്കായി ലൈസൻസ് രജിസ്ട്രേഷൻ മേള നടത്തുന്നു. വ്യാഴാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ പൊൻകുന്നം വ്യാപാര ഭവനിലാണ് മേള. കൂടുതൽ വിവരങ്ങൾക്ക് 8943346541 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ ചെലവിൽ സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PSC പ്രായപരിധി കൂട്ടിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. UDF ഭരണത്തിൽ വരണമെന്നത് ജനാഭിലാഷമാണെന്ന് ശശി തരൂർ MP. 10 വർഷം കൊണ്ട് ഇടതുഭരണത്തിൽ കേരള മോഡൽ കടബാധ്യതയെന്നും MP. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കൽ സർക്കാർ വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വിമാനത്താവളത്തിന് വേണ്ട ഭൂമിയുടെ ആവശ്യം സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ലെന്ന് സർക്കാർ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി വികസന കുതിപ്പിൽ. MCHന്റെ പ്രവർത്തന ഉദ്ഘാടനം വെള്ളിയാഴ്ച TMT മെഷീനും സമർപ്പിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.